സോ നൗ വി ആർ ലുക്കിംഗ് ടു ഹൗ ടു ക്രിയേറ്റ് എ കസ്റ്റമർ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു കസ്റ്റമർ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കറൻലി നോക്കുന്നത്. ഇപ്പോൾ കറൻലി ഇപ്പോൾ എൻ്റെ ലൈക്ക് ഡെമോ സൈറ്റിൽ എനിക്കൊരു 3 കസ്റ്റമർ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓൾറെഡി ഉള്ളതിനെ ഡിലീറ്റ് ആക്കാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ദെൻ ആക്ഷനിൽ പോയിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു പുതിയൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആഡ് കസ്റ്റമർ ബട്ടൺ, ദെൻ എഡിറ്റ് ഫുൾ ഫോം. ഇതിപ്പോൾ ഇങ്ങനെ വരെ കാരണം ഈ ഒരു ജസ്റ്റ് 3 ഫീൽഡ് മാത്രമേ നമുക്ക് മാൻഡേറ്ററി ഉള്ളൂ. ഓക്കെ, ബട്ട് എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ ആഡ് ചെയ്യണം. സോ എഡിറ്റ് ഫുൾ ഫോം കൊടുത്തു, ദെൻ കസ്റ്റമർ നെയിം. ഓക്കെ, ദെൻ കസ്റ്റമർ ടൈപ്പ് കമ്പനിയാണോ ഇൻഡിവിജ്വൽ ആണോ എന്നുള്ളത്. ഇപ്പോൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ നെയിം കമ്പനി ആയിട്ട് തന്നെ കൊടുക്കാം. അതിൽ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആസ് പെർ അവർ ബിസിനസ് നീഡ്. ഓക്കെ, സോ ഞാനിപ്പോൾ കറൻലി കമ്പനി കൊടുത്തു. ദെൻ ടെറിട്ടറി എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ടെറിട്ടറി മാൻഡേറ്ററി ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ മാൻഡേറ്ററി കൊടുത്തു. ഇപ്പോൾ ഇവിടെ പോലെ ലൈക്ക് UAE പുറത്തുള്ളത് അല്ലെങ്കിൽ ലൈക്ക് ഓൾ ടെറിട്ടറി എന്നുള്ള കാര്യം ഇവിടുന്ന് നമുക്ക് പുതിയൊരു ക്രിയേറ്റ് ന്യൂ ടെറിട്ടറി എന്നുള്ള കൊടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ കുറേ ഫീൽഡുകൾ കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മൾ നമ്മുടെ കേസിനനുസരിച്ച് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ നീഡഡ് ആയിട്ടുള്ള ഫീൽഡുകളും ആവശ്യമില്ലാത്ത ഫീൽഡുകളൊക്കെ ഹൈഡും ചെയ്തിട്ടും അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടൊക്കെ ആവും വരൽ. സോ അതിനനുസരിച്ച് ഇതേപോലെ ഓരോ ഫീൽഡ് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സോ ദെൻ ഇപ്പോൾ കസ്റ്റമർ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട ആസ് യൂഷ്വൽ. പിന്നെ ഇവിടെ ബില്ലിംഗ്, കറൻസി, ഡിഫോൾട്ട് പ്രൈസ് ലിസ്റ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതൊന്നും മാൻഡേറ്ററി അല്ല, ഇതൊക്കെ കസ്റ്റമർ വൈസ് നമുക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റേർണൽ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന കമ്പനി ഏതാണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ എൻ്റെ കസ്റ്റമർ ഇൻറ്റേർണൽ കസ്റ്റമർ ഒന്നുമല്ല. അതേപോലെ മോർ ഇൻഫോർമേഷൻ ഉണ്ട്, എന്ത് മാർക്കറ്റ് സെഗ്മെൻറ്റ് ഏതാണെന്നുള്ളത്. ഓക്കെ, അത് ഇൻഡസ്ട്രി ഏതാണ്, അവരെ ആ കമ്പനീൻ്റെ വെബ്സൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതുപോലെ കസ്റ്റമറിനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഫില്ല് ചെയ്യാം. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, സോ അതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്യണില്ല. ആൻഡ് വൺസ് ഇത് ഇപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സ് ആൻഡ് കോൺടാക്ട്, ടാക്സ്, അക്കൗണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഈ അഡ്രസ്സ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ കസ്റ്റമർ സേവ് ചെയ്യണം. ഓക്കെ, ബിക്കോസ് നമ്മൾ അഡ്രസ്സും കോൺടാക്റ്റും വരുന്നത് വേറൊരു ഡോക്യുമെൻ്റാണ്, ഈ കസ്റ്റമർ എന്ന് പറയുന്നതും വേറൊരു ഡോക്യുമെൻ്റാണ്. സോ നമ്മൾക്ക് കസ്റ്റമർ ആ അഡ്രസ്സിലോട്ട് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഫസ്റ്റ് സേവ് ചെയ്യണം. ഇപ്പോൾ ഞാൻ കസ്റ്റമർ സേവ് ചെയ്തു, ഇനി അഡ്രസ്സിലോട്ട് പോയി എനിക്ക് കസ്റ്റമറെ അഡ്രസ്സ് ആഡ് ചെയ്യണം. സോ ഞാൻ ന്യൂ അഡ്രസ്സ് കൊടുത്തു, ദെൻ അഡ്രസ്സ് ലൈക്ക് എൻ്റെ കസ്റ്റമർ അഷ്കറാണ്. സോ ഞാൻ അഷ്കറിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തു ജസ്റ്റ്. ഓക്കെ, ടൈറ്റിൽ കൊടുത്തു. അത് അഡ്രസ്സ് ടൈപ്പ് ബില്ലിംഗ് ആണോ ഷിപ്പിംഗ് ആണോ ഓഫീസ് അഡ്രസ്സ് ആണോ കൊടുത്തത്. അപ്പോൾ ഞാൻ ബില്ലിംഗ് അഡ്രസ്സ് കൊടുത്തു. അഡ്രസ്സ് ലൈൻ 1 വരുന്നത് ലൈക്ക് അബു ഹെയിൽ എന്നുള്ള കൊടുത്തു. ഓക്കെ, വേണ്ട, പള്ളിക്കൽ എന്നുള്ളൊരു അഡ്രസ് ലൈൻ കൊടുത്തു. ഇനി സിറ്റി വരുന്നത് അബു ഹെയിലാണ്. ഓക്കെ, ദെൻ എമിറേറ്റ് വരുന്നത് ദുബായ് ആണ്. ആൻഡ് കൺട്രി വരുന്നത് യുണൈറ്റഡ് ആണ്. ഇതൊക്കെ നമുക്ക് നമ്മളെ ഡിപ്പെൻസിനനുസരിച്ചിട്ട് മാറ്റാം. ഇനി പോസ്റ്റൽ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യും, ലൈക്ക് കൊറിയർ സർവീസ് അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ കോഡ് വേണം. സോ അത് കൊടുത്തു. ദെൻ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു. ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുത്തു. ഓക്കെ, ദെൻ ടാക്സ് ലൈക്ക് ഫാക്സ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊന്നും മാൻഡേറ്ററി അല്ല, ഇതൊക്കെ നമ്മളെ കേസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ അഡ്രസ് ടൈപ്പ് ബില്ലിങ്ങാണ് കൊടുത്തത്. ഇപ്പോൾ ഫോർ സപ്പോസ് ഈ കസ്റ്റമറിന് 2 അഡ്രസ്സ് ഉണ്ട്, ലൈക്ക് ബില്ലിംഗ് അഡ്രസ്സും ഉണ്ട് ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ട്. സോ ഞാനിപ്പോൾ ഈ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ബില്ലിംഗ് അഡ്രസ്സിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക, ദെൻ ജസ്റ്റ് സേവ് ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ ഷിപ്പിംഗ് അഡ്രസ്സ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഇതേപോലെ തന്നെ ഒരു പുതിയൊരു അഡ്രസ്സ് ക്രിയേറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഈ അഡ്രസ്സ് പ്രിഫേർഡ് ബില്ലിംഗ് അഡ്രസ്സാണ്. സോ ഞാൻ സേവ് ചെയ്തു. ദെൻ ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ അഡ്രസ്സിൽ ആ അഡ്രസ്സ് വന്നു. ഇനി എനിക്ക് ഷിപ്പിംഗ് അഡ്രസ്സ് വേറുന്നുണ്ട്. സോ സെയിം ആസ് ന്യൂ അഡ്രസ്സ് കൊടുത്തു, അഡ്രസ്സ് കാര്യങ്ങൾ ഫില്ല് ചെയ്തു, ദെൻ പ്രിഫേർഡ് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുത്തു, സേവ് ചെയ്യാം. ഓക്കെ, സോ അഡ്രസ്സ് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ കോൺടാക്റ്റ് കൊടുക്കാം. അതായത് ഫസ്റ്റ് നെയിം കൊടുത്തു. അതായത് ഇപ്പോൾ അഷ്കറാണ് എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ.
ഓക്കെ, ഒന്നെങ്കിൽ അഷ്കറിൻ്റെ നമ്പറാവും ഞാൻ സേവ് ചെയ്യൽ, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു അവിടുത്തെ ഒരു എംപ്ലോയീൻ്റെ നെയിം ആവും. അത് നമ്മളെ ഡിപ്പെൻസിനനുസരിച്ച് കൊടുക്കുക. അപ്പോൾ അഷ്കർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, അഷ്കർ കൊടുത്തു. ദെൻ ലൈക്ക് നമുക്കിവിടെ സിങ്ക് വിത്ത് ഗൂഗിൾ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇൻറ്റഗ്രേഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ ചെയ്യേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് മാൻഡേറ്ററി അല്ല. സോ മൾട്ടിപ്പിൾ ഇമെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. ഓക്കെ, അതേപോലെ കോൺടാക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ അഡ്രസ്സിലൊരു നമ്പർ കൊടുത്തു. ഓക്കെ, അത് കൂടാതെ അഷ്കറിന് 2-3 നമ്പേഴ്സ് ഉണ്ട്. സോ അതും ഞാൻ ഇവിടെ കൊടുത്തു. അത് പ്രൈമറി ഫോണാക്കി ഞാൻ കൊടുത്തു. ഓക്കെ, ഇതേപോലെ തന്നെ ആസ് യൂഷ്വലി പ്രൈമറി കോൺടാക്റ്റ് ആണോ ബില്ലിംഗ് കോൺടാക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. ദെൻ സേവ് ചെയ്യുക. ഇപ്പോൾ ആ അഷ്കർ എന്നുള്ള കസ്റ്റമർ ഞാൻ അഡ്രസ്സും ക്രിയേറ്റ് ചെയ്തു, കോൺടാക്റ്റും ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എത്ര കോൺടാക്റ്റ് ചെയ്തിട്ട് അതൊക്കെ ഇവിടെ മൾട്ടിപ്ലൈ വരും. അതേപോലെ തന്നെ എത്ര അഡ്രസ്സ് ഉണ്ടോ അതൊക്കെ മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ വരും. ഇനി ഇത് സെയിം അഡ്രസ്സിന് നമ്മളെ പ്രൈമറി അഡ്രസ്സ് ആയിട്ടും അതേപോലെ പ്രൈമറി കോൺടാക്റ്റ് ആയിട്ടും ഇവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ തന്നെ റീസെലക്ട് ഇഫ് ചൂസൺ അഡ്രസ് ഈസ് എഡിറ്റഡ് ആഫ്റ്റർ സേവ്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അതായത് നെയിം ആ കസ്റ്റമർ മാറ്റിയപ്പോൾ ഞാൻ അഡ്രസ്സ് പോയിട്ട് നെയിം ചേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് പോകുന്നു, നെയിം ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ദെൻ സേവ് ചെയ്യുന്നു. അപ്പോൾ ആ അഡ്രസ്സ് ഇവിടെ വരും. എന്നിട്ട് നമുക്ക് ഇവിടെ പ്രൈമറി അഡ്രസ്സ് മാറ്റണമല്ലോ, കാരണം നമ്മൾ അഡ്രസ്സ് 1 ടൈം ചേഞ്ച് ചെയ്തു. സോ അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ആ അഡ്രസ്സ് സെലക്ട് ചെയ്യുക, ദെൻ സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കസ്റ്റമറിന് ഡീറ്റെയിൽസും ഫില്ല് ചെയ്തു, അതേപോലെ അഡ്രസ്സും ഫില്ല് ചെയ്തു. ഈ കസ്റ്റമറിന് ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാക്സും ഇവിടെ നമുക്ക് കൊടുക്കാം. ഇനി ഇൻ കേസ് ടാക്സ് കാറ്റഗറി അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ ടാക്സ് കാറ്റഗറി, ദെൻ ആ കാറ്റഗറി ആഡ് ചെയ്യുക. പിന്നെ ഇതേപോലെ അക്കൗണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ലൈക്ക് മാൻഡേറ്ററി അല്ല, ഇതൊക്കെ കസ്റ്റമർ വൈസ് നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏത് പേയ്മെൻറ്റ് ടേംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അതേപോലെ ആ കസ്റ്റമറിന് ക്രെഡിറ്റ് ലിമിറ്റൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതിവിടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 1000 റുപ്പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ആ 1000 ആണ് ആ കസ്റ്റമറുടെ ക്രെഡിറ്റ് ലിമിറ്റ്. അതിൽ കൂടുതൽ ക്രെഡിറ്റിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ. ഓക്കെ, സോ അതൊന്നും എനിക്ക് വേണ്ട. അതേപോലെ തന്നെ ഇവിടെ ഒരു നോൺ സ്റ്റാൻഡേർഡ് റിസീവബിൾ എമൗണ്ട് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. സോ അത് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മളെ ബിസിനസ് നീഡ്സിൽ ലോയൽറ്റി പോയിൻറ്റ്സ് പ്രോഗ്രാം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ കസ്റ്റമർ വൈസ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഓക്കെ, ഇതല്ലാതെ നമ്മൾ സെയിൽസ് ഓർഡറിൽ ഇൻവോയ്സിലൊക്കെ ഈ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മാനുവലി അല്ലെങ്കിൽ എന്താ പറയുക ഓരോ റിക്വയർമെൻറ്റ് വരുമ്പോൾ മാറ്റിക്കൊണ്ടിരിക്കാം. ബട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കസ്റ്റമറിൽ അത് ഫിക്സഡ് ആയിരിക്കും. എപ്പോൾ നമ്മൾ ഇവിടെ ഫീൽഡുകൾ ഇത് ഓരോന്ന് മാറ്റുന്നോ അപ്പോഴേ ഈ കസ്റ്റമറിൽ അത് മാറുള്ളൂ. അതേപോലെ തന്നെ കസ്റ്റമർ നമുക്ക് സെയിൽസ് പേഴ്സൺ വൈസ് നമുക്ക് കാറ്റഗറി ചെയ്യാം. ഇവിടെ എനിക്ക് സെയിൽസ് പേഴ്സൺ ആഡ് ചെയ്യാം, അഷ്കർ ലൈക്ക് അങ്ങനത്തെ പുതിയ ഒരു ക്രിയേറ്റ് ന്യൂ സെയിൽസ് പേഴ്സൺ കൊടുക്കാം. ഇതേപോലെ തന്നെ സെയിൽസ് പേഴ്സൺ നെയിം കൊടുക്കുന്നു, ലൈക്ക് ആൻഡ് സേവ് ചെയ്യുന്നു. അപ്പോൾ ആ സെയിൽസ് പേഴ്സൻ്റെ അണ്ടറിലാവും ഈ കസ്റ്റമർ വരൽ. ഓക്കെ, അതും നമുക്ക് ഇവിടെ കൊടുക്കാം. ദെൻ അത്രേ ഉള്ളൂ. പിന്നെ സെറ്റിങ്സിലോട്ടും കൂടുതൽ കാര്യങ്ങളൊന്നും പോകണ്ട. ലൈക്ക് അലോ സെയിൽസ് ഇൻവോയ്സ് ക്രിയേഷൻ വിത്തൗട്ട് സെയിൽസ് ഓർഡർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഇതൊന്നും മാൻഡേറ്ററി അല്ല. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യുന്നു, ദെൻ സേവ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഷ്കർ എന്നുള്ള കസ്റ്റമർ ക്രിയേറ്റ് ചെയ്തു. ഇനി കസ്റ്റമർ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അഷ്കർ എന്നുള്ള ഇത് വരും. ഇത് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ആൻഡ് ആക്ഷൻ ആൻഡ് ഡിലീറ്റ്.